ഈ നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് ഉണ്ടാവില്ല. കാരണം ഇത് രണ്ടും കൂടിയല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്താ പറയാ, ആണും പെണ്ണും കൂടി ഉണ്ടായാലേ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ നിന്നേ ഒന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് എല്ലാം കിട്ടിയിട്ട് തുടങ്ങാൻ പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് ജീവിതത്തിൽ നേരത്തെ ഇവിടെ പറയായിരുന്നു, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നേച്ചർ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ്. വി ആർ പാർട്ട് ഓഫ് നേച്ചർ. നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള അതിനാണ്, അങ്ങനെ തന്നെയാണ്. എന്നതുകൊണ്ട് തന്നെ യു ഷുഡ് ഹാവ് ദ നോളേജ്, റൈറ്റ് നോളേജ്. വാട്ട് ഈസ് ദ റൈറ്റ് നോളേജ്? ശരിയായ അറിവ്, ശരിയായ അറിവിലൂടെ ശരിയായ എക്സ്പെക്റ്റേഷൻ, റൈറ്റ് എക്സ്പെക്റ്റേഷൻ. ഓവർ എക്സ്പെക്റ്റേഷൻ അല്ല വേണ്ട, റൈറ്റ് എക്സ്പെക്റ്റേഷൻ. ആ അറിവിലൂടെ അങ്ങനെ എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ നമുക്ക് ആ അറിവിലൂടെ മനസ്സിലാവും, ധൈര്യം കിട്ടും, ആത്മവിശ്വാസം കിട്ടും. ഇതല്ല ഇതിൻ്റെ എൻഡ്. നമ്മൾ മറ്റുള്ളവരിലേക്കൊക്കെ നോക്കണ്ടേ. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും, മാർക്ക് കുറഞ്ഞാൽ, തോറ്റാൽ ഉടൻ കയറി ആത്മഹത്യ ചെയ്താൽ അതൊരു സൊല്യൂഷനല്ല, അതൊരു പരിഹാരമല്ല. അല്ല, ഇപ്പോൾ ജ്വല്ലറിക്കാർക്ക് പറയാവുന്ന, ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, പാലക്കാട് വെച്ചിട്ടാണ് സൈനൈഡ് എടുത്തിട്ട് ഒരാൾ കഴിച്ചു നോക്കി ഒരു വർക്ക്ഷോപ്പിൽ, ആൾ മരിച്ചുപോയി. അപ്പോൾ പലരും മുമ്പ് നോക്കിയിട്ട് സൈനൈഡിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഒരാൾ കഴിച്ച വഴിക്ക് എസ് എന്ന് എഴുതി, ആ നേരെ കിട്ടിയുള്ളൂ. അപ്പോഴും സ്വീറ്റ് ആണോ സോറാണോ പുളിയാണോ മധുരാണോ എന്ന് അറിയില്ല. രണ്ടാമത്തെ ഒരു പൊട്ടൻ എന്ത് ചെയ്തു, ഡബ്ല്യു എന്ന് എഴുതി, അതിനെ നേരം കളയും. അങ്ങനെ എഴുതി നോക്കിയിട്ട് അതിൽ കൂടുതൽ എഴുതാൻ പറ്റുന്നില്ല. അത് അപ്പോഴേക്കും സാധനം തീരും പരിപാടി. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, സൈനൈഡ് കഴിച്ചിട്ട് മധുരാണോ പുളിയാണോ സ്വീറ്റോ സോർന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കഴിച്ചവർ മരിച്ചു പോയി. അപ്പൊ അത് മുഴുവൻ നമുക്ക് പറ്റില്ല, മുഴുവൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, അത്രയും പവർഫുള്ളാണ്. എന്നതുകൊണ്ട് നമ്മളത് കഴിക്കേണ്ട, ചത്തവരെ നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. നോക്കി പഠിക്കാൻ, കേട്ടു പഠിക്കാൻ, പലരുടെ അനുഭവങ്ങൾ അതിലൂടെ. പിന്നെ നമുക്ക് നമ്മുടേതായ ടാലന്റ് കുറെ പെർസെൻറ്റേജ് ഉണ്ടാവും. അതും പ്ലസ് ലോകത്തെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ സിങ്കർണൈസ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നമുക്ക്. ഹണിയോട് തെറ്റായ ഉദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. ബലമായി കൈപിടിച്ചിട്ടില്ല. ആ സമയത്ത് ഹണി റോസ് പരാതിയൊന്നും പറഞ്ഞില്ല. ആഭരണങ്ങൾ അണിയിച്ചിരുന്നു. മാർക്കറ്റിങ്ങിനായി ചില തമാശകൾ പറയാറുണ്ട്. താൻ പറയാത്ത വാക്കുകൾ പലരും കമന്റുകളായി വളച്ചൊടിക്കുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് ലൈംഗിക ചുവയോടെ തുടർച്ചയായി പരാമർശം നടത്തിയെന്നാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ബോബിയുടെ പരാമർശം പലർക്കും അശ്ലീല കമന്റുകൾ ഇടാൻ ഊർജ്ജമായെന്നും ഹണി പറയുന്നു. ഹണിക്കെതിരെയും മറ്റ് സ്ത്രീകൾക്കെതിരെയും അശ്ലീല പരാമർശം നടത്തുന്ന വീഡിയോയും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഈ അറിവില്ലായ്മ കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കള്ളൻ കക്കുകയാണെന്ന് വിചാരിച്ചു. ഒരാളും കക്കുമ്പോൾ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് കക്കുന്നില്ല. ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. കട്ട് പിടിച്ച് ജയിലിലായി, അല്ലെങ്കിൽ തല്ലുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകും, പക്ഷേ വേണ്ടായിരുന്നു, പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഓരോ ക്രൈം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദീർഘവീക്ഷണമില്ല, പിടിക്കില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അറിവില്ല, എന്ത് ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള അറിവില്ലായ്മ, ലാക്ക് ഓഫ് നോളജ്, ഇതാണ് അതിൻ്റെ ബേസ്. അപ്പൊ പിന്നെ തോന്നും സഹതാപമാണ്, ദേഷ്യം തോന്നും, ഇതൊക്കെ തോന്നും സഹതാപം, അറിവില്ലാണ്ട് ആള്. ഇപ്പൊ ഈ കുട്ടീനെ വലിച്ചെറിഞ്ഞ് ഇപ്പൊ ഇങ്ങനത്തെ കുട്ടീനെ വലിച്ചെറിഞ്ഞാൽ പല ഇതുപോലത്തെ അമ്മമാരായാലും അപ്പന്മാരൊക്കെ പലതും ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ, ബോധം വന്ന് കഴിയുമ്പോൾ, അപ്പോഴത്തെ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കപ്പാസിറ്റി, ലാക്ക് ഓഫ് നോളജ് കൊണ്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ഇരുന്ന് കുടിക്കുക, കഞ്ചാവ് അടിക്കുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക, കരഞ്ഞുകൊണ്ട് നടക്കുക, മെന്റലായി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം. അന്നത്തെ തോന്നൽ കൊണ്ട് ചെയ്ത കാര്യം പിന്നെ അവരെ തന്നെ ശിക്ഷിച്ച് അവര് സമാധാനമില്ലാതെ പ്രാന്തന്മാരെ പോലെ, പ്രാന്തിയെ പോലെ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ആ ദീർഘവീക്ഷണം ഇല്ല, അറിവില്ല, പക്വതയില്ല, ചെയ്യാന്ന് എൻ്റെ ഒരു ബേസ്. ഞാൻ ചിന്തിക്കും, ഒരു പിടി എന്നും പത്രം വായിക്കും. ഞാൻ എന്നെ അറിയുന്നവരോടൊക്കെ പറയും, നിങ്ങൾ പത്രം മുടങ്ങാണ്ട് വായിക്കാം. അതിലെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ കാര്യങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബിൻ ലാദൻ എവിടെ, വീരപ്പൻ എവിടെ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയപ്പെടുന്ന ആയിരക്കണക്കിന് വലിയ കുറ്റവാളികൾ ഒന്നിലെ ആരെയും കൊല്ലും, അല്ലെങ്കിൽ ജയിലിലാവും.
അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ എന്ത് കാര്യം ചെയ്താലും അതിനൊരു ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഉണ്ട്, ഒരു പ്രതികരണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്തിനാ ചെയ്തു നോക്കണം, ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും ആ ചെയ്യണ ആളെ സംബന്ധിച്ച് ഹി വിൽ ഡു ദാറ്റ്. എന്നിട്ടാണ് അതിൻ്റെ ഇമ്പാക്റ്റും പ്രശ്നങ്ങളിലേക്കൊക്കെ മനസ്സൊരു പ്രകേളിതയാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭൂമി സ്വർഗം എന്ന് പറയില്ലേ, എല്ലാവരും ഇതേപോലെ ചിന്തിക്കുക, എല്ലാവർക്കും ദീർഘവീക്ഷണം ഉണ്ട്, ഇന്നത് ചെയ്യില്ല ഇന്നത് ചെയ്യും എന്ന് വിചാരിച്ചാൽ ഇവിടെ ക്രൈമില്ല, ഒരു പ്രശ്നമില്ല, എല്ലാവരും സമാധാനപരമായിട്ട് ജീവിക്കും. പക്ഷെ അത് ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം ഈ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന കമന്റ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനായിരുന്നു നീക്കം. മുൻകൂർ ജാമ്യ ഹർജി നൽകാനും നീക്കമുണ്ടായിരുന്നു. ഇതെല്ലാം പൊളിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ഇയാൾ മാറിയെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വയനാട് SP പറഞ്ഞു. അതേസമയം ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു.